ബ്ലോക്ക് ഉണ്ടല്ലേ? നല്ല ബ്ലോക്ക് ഉണ്ട്. ടിക്കറ്റ് അവിടെ കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്കിനും എടുക്കേണ്ട, വണ്ടി കയറി പോട്ടെ എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്ക് കാരണം കയറ്റി വിടുന്നതായിരിക്കും. ചിലപ്പോൾ മോളിൽ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും. എന്തായാലും ഞായറാഴ്ച വന്നാൽ താഴ്ന്ന ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നില്ല. ഹെയർ പിൻ കഴിഞ്ഞു. ഫസ്റ്റ് ഹെയർ പിൻ കഴിഞ്ഞു. നമ്മൾ ഇതാ നേരെ പൊക്കോണ്ടിരിക്കുന്നു. അല്ലേ നൗഫൽജി? വണ്ടി ഇറങ്ങി ഒന്നുമില്ല, അടുത്ത പോകുന്നത്. പക്ഷെ വീഡിയോ ഞാനിത് പ്രതീക്ഷിച്ചാണ് കൈസ് വന്നത്. ഈ ഒരു ബ്ലോക്ക് മിക്കവാറും വരുമെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വന്ന് അതേപോലെ. എന്നാലും വരുത്തില്ല എന്നായിരുന്നു 100% എൻ്റെ ഉറപ്പ്. പക്ഷെ വരും. ഇനി എവിടെ വണ്ടി ഇടാൻ പറ്റും എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ബ്ലോക്ക് ആയ ഇനി പണി കിട്ടും. അതൊന്നും അല്ല ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി വരുന്നത്, ഏറ്റവും പുറകിലൊരു KSRTC കിടപ്പുണ്ട്. ഇനി അവന്മാരെന്തോ ചെയ്യുമെന്ന് എനിക്ക് പിടുത്തവുമില്ല. അങ്ങ് പുറകിൽ നമ്മൾ കയറി വന്നപ്പോൾ അങ്ങ് മോളി കയറാനുള്ള ബസ്സാണ്. ബൈക്കുകാരും കൊണ്ട് കയറ്റാതിരുന്നാൽ രക്ഷപ്പെടും. അയ്യോ, റെയിൻകോട്ട് കഴിച്ചില്ല. ആ റെയിൻകോട്ട് ഇല്ലാതെ പോകാൻ ഞാൻ പറഞ്ഞില്ലേ ഇടിക്കാൻ. മരന്ന് പോയി മനഃപൂർവ്വം ക്ഷമിച്ചിട്ടാ. വണ്ടി നിർത്തത്തില്ല. എവിടെയെങ്കിലും പോകുക ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി നിർത്താൻ ഭയങ്കര പാടാണ്. ഈ സമയം വരാൻ പറ്റിയ ടൈമാണ് മക്കളെ. പൊന്മുടി വിട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ഹെയർ പിന്നുകളായി കേറിക്കൊണ്ടിരിക്കുന്നു അല്ലേ പൂപ്പി? ഭയങ്കര തിരക്കും ബ്ലോക്കും ഉണ്ട്. അവിടുന്ന് ഇറങ്ങി വരുന്നവർ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവർ അങ്ങനെ ഉണ്ട് കേട്ടോ. അടിപൊളി മൊത്തം മഞ്ഞാണ് ഗൈസ്. തൊണ്ട് തേയിലമരം അല്ല, തേയിലമരം അല്ല, തേയില. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. പോക്കുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏകദേശം സമയം 5 മണി അല്ലെങ്കിൽ 4:30 ആയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി ഇവിടെ ഒന്നും അറിയുന്നില്ല. നല്ല കാറ്റ് മഴ. അടിപൊളി കാറ്റും മഴ. ഇതൊക്കെയാണ് പൊന്മുടി വരേണ്ട ടൈം. എടാ റെയിൻകോട്ട് ഇല്ല പൂപ്പി. എനിക്ക് ഇങ്ങോട്ട് വിഷമം വരുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കാണും. ചിലപ്പോ നോക്കണേ കേട്ടാ. മൊത്തം മഞ്ഞാണെങ്കിൽ ഫോണിൽ കൂടെ അത്രയ്ക്ക് ഇതായിട്ടില്ലെങ്കിലും നേരിട്ട് കാണാൻ മൊത്തം ബ്ലോക്ക് ആണെന്നാണ് ഇപ്പം ബൈക്കുകാരൻ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മളവിടെ ഇങ്ങനെ നിൽക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ബ്ലോക്ക് ആണെന്നാ പറഞ്ഞല്ലേ? എന്താടാ? ഞാന് AC ഇടാൻ പറ്റുന്നില്ല. അതിൻ്റെതായ ഒരു വിഷമത്തിലാണ്. മൊത്തവും ബ്ലോക്കായി ഗൈസ്. ഇനി എപ്പ കയറി പോകാനാണോ എന്തോ. ചുമ്മാ അല്ലല്ലോ അവര് ടിക്കറ്റ് എടുക്കാൻ. ഞാനും അത് ഇങ്ങനെ സംശയിക്കും. ഞാൻ ആട്ടോക്കാരനെ ഇവിടെ നിന്ന് അങ്ങ് മോള് വരെ എന്റെ മോനെ ഉൾപ്പെടെ ബ്ലോക്കാണ് ഗൈസ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ബൈക്കിലെങ്ങാനും വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ബൈക്ക് എടുക്കാൻ. അതിനിവിടെ പ്രസക്തി ഇല്ല. എന്താ എടുത്തില്ല. ശേഷം ഒരു അരമണിക്കൂറായി ബ്ലോക്കിൽ കിടക്കുന്നു. കുറച്ച് അണങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് വിഷമിക്കണ്ട. പകുതിക്ക് പോയി നിൽക്കാം. പിന്നെ നിൽക്കാൻ അതുപോലെ അത് ഇത് ആണ്ടി പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിത് കാണുന്നുണ്ടോ? എത്താറായി. നമ്മള് എന്താണ്ട് 19-20 എവിടെ തോണ്ട് അങ്ങനെ മൂലക്കൊരു കയറ്റമുണ്ട്. ഇനി ആ വളവ് വളഞ്ഞ് മോളിൽ പോണം നമുക്കിനി. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോ നല്ല വ്യൂ ഉണ്ട്. ഇവിടെ കുറച്ചു നേരം കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ബസ് അവിടെ കുടിയും കിടക്കുക. KSRTC അവിടെ കുടുങ്ങിയേക്കും. അതുകൊണ്ടാ അവിടെ ഒരു KSRTC ആണെടാ. KSRTC ബാക്കിലൊരു ട്രാവലറും വണ്ടിയുണ്ട്.
ലവപ്പോടെ കൊണ്ടിരിച്ചേന്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ചുമ്മാ എന്തോ ഒരു ബ്ലോക്കാന്നറിയോ. ഞായറാഴ്ച കൊന്നളഞ്ഞ ആരും വരരുത്. നല്ല തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറവ്. എന്ത് നേരമായിന്നറിയോ, ഏതാണ്ട് 1 മണിക്കൂറോളമായി ഇങ്ങനെ കിടക്കുന്നു. കുറച്ചൊക്കെ നീങ്ങി, എന്നാലും ഈ ഒരു ലൈൻ വിടാറായിട്ടില്ല. കോടയൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇവിടുന്ന് കണ്ടിട്ടങ്ങ് തിരിച്ചു വരുന്നു അല്ലേ. ഇങ്ങനെ അവിടുന്ന് മാറി അടുത്ത എടുത്തോട്ട് വന്ന് പോസ്റ്റ് ആയി. നമുക്ക് ഇനി മെല്ലെ മെല്ലെ നീങ്ങി ആ മഴയുന്ന പോലെ പോകാം. ഇരുട്ടാറായി. ഇനി എപ്പ കേറി എപ്പ ഇറങ്ങി വരും ആർക്കറിയാം. ഇനി ഏതാണ്ടി കേറും ഏതാണ്ടി തിരിച്ചിറങ്ങും. മൊത്തം മഞ്ഞാണ്. നമുക്ക് അതിഗംഭീരമായ ബ്ലോക്കിനൊടുവിൽ നീങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉണ്ടോ എന്തോ, ഇനി 2 കൂടെ കാണണമെന്ന് തോന്നുന്നു എനിക്ക്. വരത്തിന്റെ അങ്ങനെ നമ്മള് എത്തി. ഇങ്ങോട്ട് ഇവിടെ ഇല്ലാന്ന് സാരം. അവിടെ ഒരാളാണ്. കടകളെല്ലാം അടച്ചിട്ടേക്കുവാണ്. ഭയങ്കര മഴയും. പക്ഷെ ഒന്നും കാണുന്നില്ല. മൊത്തവും മറ്റേ മഞ്ഞാണ്. വരുണ്ട് കാറ്. ദൃശ്യം മോനെ ഭയങ്കര മഴയില്ലേ. അന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്താണ് ഈ മഞ്ഞ് വീണത്. അന്ന് നമ്മളിവിടെ പൊന്മുടി ഒന്നും കാണുന്നില്ല. മഴയില്ല, മഞ്ഞ് മാത്രം. മഴയില്ല കേട്ടോ ഇപ്പൊ. മൊത്തവും മഞ്ഞ്. ഇതിന്റെ താഴോട്ടൊക്കെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പെയ്യെ എത്തി നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ ആണെങ്കിൽ അടിപൊളി മഞ്ഞ്. ഒന്നും കാണുന്നില്ല. റോഡ് ഒക്കെ ഇടയ്ക്ക് ചെറിയ മഴയൊക്കെ. ഇടയ്ക്ക് നല്ലൊരു മഴ പെയ്ത്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നുണ്ട്. അടക്കുന്ന മോനെ ഒരു രക്ഷയില്ലാത്ത രീതിക്ക് ബ്ലോക്കും ഇതിനിടയിൽ കൂടെ മഞ്ഞും. ഇറങ്ങി അടക്കുന്ന നമ്മുടെ വണ്ടി. ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ ഇതുവരെ അതിന്റെ മുകളിൽ കേറിയില്ല. കൊറേ പേര് എനിക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് നടന്നു. 1.25 അതിൽ കൂടുതലായി. നമ്മളൊരു 4:30 ആയപ്പോ കേറി. ഇപ്പൊ 6 മണി ആവാറായി. ഇത്രയും ബ്ലോക്കിൽ നിന്ന് എത്തുന്നില്ല. അങ്ങനെ 6 മണിയായി. ഇതുവരെ ഞങ്ങള് മുടിയെത്തില്ല. ഇപ്പോഴും ഇവിടെ നിക്കുന്നതേ ഉള്ളൂ. നമ്മള് മാത്രമല്ല, എന്റെ ബാഗിനകത്ത് വണ്ടികളാ കിടക്കുന്ന. എത്ര നേരമായി, 2-3 മണിക്കൂറായി ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ 6:23 ഇതുവരെ ഞങ്ങൾ അതിന്റെ മുകളിൽ ചെന്നില്ല. നല്ല മഞ്ഞുണ്ട്. മഞ്ഞാണ് ഈ ഇത് കാണുന്നത് മൊത്തം. നല്ല മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ എല്ലാ വണ്ടികളും
വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടാ പോയേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ ബാക്കിൽ നിൽക്കുമായിരുന്നു. അപ്പൊ നമുക്ക് 6:50 7 മണി നമ്മൾ അതായത് 4 മണിക്ക് കയറാൻ തുടങ്ങിയാണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ ആയിട്ടുള്ളൂ. 1 ബ്ലോക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകുന്നത്. ഒറ്റ മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നു. എന്തായാലും നോക്കാം. ഒരു കാറ് ഇതാ കാറ് വന്നില്ല, കയറി വന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ നടന്നെത്തി. മൊത്തം അടച്ചാട്ട, മൊത്തം മഞ്ഞൊന്നും കാണുന്നില്ല. മഞ്ഞെങ്കിലും കുറെ മഞ്ഞ് വീഴുന്നു. പോലീസ് സ്റ്റേഷന്റെ താഴെ ഇട്ടേക്കുക. എല്ലാരും തിരിച്ചു, കാരണം ക്ലോസ് ചെയ്ത് ഇങ്ങ് മുകളിൽ കയറി വരുമ്പോ. പിന്നെ ഞങ്ങള് വണ്ടി അവിടെ ഇട്ടിട്ട് നടന്ന് കയറി. താഴോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന KSRTC ഫുള്ള്. അത് പറഞ്ഞല്ലോ, പൊന്മുടി കയറാനായിട്ട് എന്തോ പൈസന് ടിക്കറ്റ് എടുപ്പിച്ചില്ല. അതെ അതെ, പിന്നെ പൊന്മുടി കയറാനായിട്ട് ടിക്കറ്റ് എടുത്തില്ല. കാരണം കയറുമ്പോൾ ഇരുട്ടാവുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കില്ല ടിക്കറ്റ് എടുപ്പിക്കാൻ. അതുകൊണ്ട് ലാഭമായി. ടിക്കറ്റ് പൈസ എങ്കിലും ലാഭിച്ച്. അതും കൂടെ പോയിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന നഷ്ടമുണ്ടല്ലോ. ബസ് തിരിപ്പിക്കുകയാണ്. 7 മണിയായി. 4, 5, 6 3 മണിക്കൂർ ബ്ലോക്കിൽ പെട്ട് അരമണിക്കൂർ നടന്ന് അങ്ങനെ അവസാനം പൊന്മുടി എത്തിച്ചേർന്നു. ആണെങ്കിൽ ഇവിടെ ആളുകളുണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ KSRTC എന്തോ മറ്റേ അവര് വണ്ടി പാർക്ക് ചെയ്തിട്ട് അന്നപ്പറ്റി അങ്ങനെ വണ്ടി എത്തി. നമുക്ക് അല്ലുവിനെ വിളിക്കാൻ പോവാം. അങ്ങനെ കഴിച്ച് നമ്മൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അവിടെ എത്തി. നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇനി തിരിച്ചു പോകാം. നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും ടിക്കറ്റ് എടുക്കാതെ പൊന്മുടി ഉണ്ട്. പക്ഷെ അതും രാത്രിയില്ല. നല്ല തണുപ്പ്, നല്ല കാറ്റ് ഒക്കെ ആയിരുന്നു. മഴയുണ്ട്. മഴയും നനഞ്ഞ് ഇല്ലേ. ഒന്നാമത്തെ കാര്യം ഇവിടെ റോഡ് കാണത്തില്ല. പിന്നെ പോലീസുകാര് പറഞ്ഞ് ഇപ്പൊ എന്താ ഞങ്ങളുടെ വണ്ടി ഇവിടെ കിടക്കുന്ന വെച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കൂട്ടത്തിൽ പോകുക, വേറെ വണ്ടികളുടെ കൂട്ടത്തിൽ പോയിക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ ആന ഇറങ്ങുന്നില്ല. ഞങ്ങള് വേണ്ട പൊക്കോണ്ടിരിക്കുകയാണ്. ഒന്നും കാണുന്നില്ല. വളവോ തിരിവോ ഒന്നും മനസ്സിലാവുന്നത് പോലും ഇല്ല. പക്ഷെ ഞങ്ങൾ പോവാണ്. പുറകിൽ 2-3 ബൈക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവന്മാരവിടെ ഉടങ്ങാണ്ട് നിർത്തിയിരിക്കുന്നു. ആരൊക്കെയോ ഒരുമിച്ച് പോകണോന്ന് അങ്ങനെ പറഞ്ഞു. കാരണം എന്താ ആന ഇതൊക്കെ ഇറങ്ങുന്നോണ്ടേ. അങ്ങനെ എന്തായാലും ഞങ്ങളിതാ പോവാണ്. അവരെ കാത്ത് നിന്നിട്ട് അതെ അതെ കണ്ണും ഇരുട്ടും ഒന്നും ഇല്ല. ഇതിപ്പോ ഇനി മറ്റേ എത്ര 22 ഹെയർപിൻ വളവുകളും ഉണ്ട് ഇല്ലേ. തുടങ്ങിയിട്ടില്ല ഹെയർപിൻ വളവ്, ഇതുവരെ തുടങ്ങിയില്ലല്ല. അത് താണ്ട പോവുകയാണ്. നോക്കി കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടും. ഞങ്ങള് വിചാരിച്ച് ഇവരൊക്കെ പോയി കാണുമെന്ന്. പക്ഷേ വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു. നല്ലായിരിക്കും കേട്ടോ. 2 മാഗി മേടിച്ച് ചൂട് പറക്കുന്നില്ല, ആവി പറക്കുന്നില്ല. പക്ഷെ നല്ല ചൂടുണ്ട്. ബ്രെഡ് ഓംലെറ്റ്